എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഇന്ന് നമ്മളുണ്ടല്ല നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു അഫ്ഗാനി ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇട്ടത്. മാത്രമല്ല നമ്മുടെ ചപ്പാത്തി അതുപോലെ തന്നെ പൂരി, ഇടിയപ്പം, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ദേ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു പകുതി നാരങ്ങയുടെ നീരൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ചേർക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കണം. കാഷ്യൂ നട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, 2 സവാള, പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലയും ഉണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം മല്ലിയില ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. അതുപോലെ തന്നെ പുതിനയില, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്. ഇപ്പോൾ ഇത് ഒരു 10-12 കാഷ്യൂ നട്ട് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് പച്ചമുളകും പിന്നെ സവാള. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയൊരു ജാർ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് തൈര്, അപ്പോൾ നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം നമ്മളൊരു 1/2 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അതിൻ്റെ ഉണക്കിയ ഇലയാണ് ഇട്ടത്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, അപ്പോൾ ഇത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചാറ്റ് മസാലയാണ് ഇട്ടത്. അതുപോലെ തന്നെ ഗരം മസാല, അപ്പോൾ നമ്മുടെ സാധാരണ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഉണ്ടല്ലോ ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ ഉണ്ടല്ലോ നമ്മളൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ആദ്യം തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ജിഞ്ചല്ലി ഓയിലോ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവട്ടെ 30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചിക്കൻ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയിട്ട് നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട. ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ടൊന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് ഒരു കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുമല്ലോ, ആ രീതിയിലാണ് നമ്മൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു പാനിലേക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത്രയും ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മെൽറ്റായൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കായ ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ടും മല്ലിയിലൊക്കെ അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നല്ല തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എരിവ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് പാലുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ചിക്കൻ നേരത്തെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചിക്കന്മ പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചിക്കൻ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.